ഈ കഥ സഞ്ജീവിന്റേതാണ്. അദ്ദേഹം ഒരു പട്ടാളക്കാരനാ. സമയം കിട്ടുമ്പോഴെല്ലാം അവൻ വീട്ടുകാർക്ക് ഫോണിലൂടെ കോൾ ചെയ്യുമായിരുന്നു. അവന്റെ ഫോൺ കോൾ വരുന്നത് കാണുമ്പോ അവന്റെ വയസ്സായ അമ്മ സന്തോഷം കൊണ്ട് നൃത്തം ചെയ്യും. സഞ്ജീവിന്റെ ഫോൺ വന്നിരിക്കുക, സഞ്ജീവിന്റെ ഫോൺ വന്നിരിക്കുക. അദ്ദേഹത്തിന് എങ്ങനെയുണ്ട്? എന്റെ മോനെ, നിന്റെ ഭാര്യ ചോദിക്കുന്ന കേട്ടോ, നിനക്ക് എങ്ങനെയുണ്ടെന്ന്. എനിക്കിവിടെ നല്ല സുഖമാണമ്മേ. പിന്നെ ഞാൻ അവധിക്ക് വേണ്ടി അപ്ലൈ ചെയ്തിട്ടുമുണ്ട്. 10 ദിവസം കഴിഞ്ഞാ എനിക്ക് അവധി കിട്ടും. അമ്മയ്ക്ക് ഒരുപാട് സന്തോഷമുള്ള കാര്യമാണ് മോനെ പറഞ്ഞത്. നീ എന്തായാലും മോളോട് സംസാരിക്കേ, ഞാൻ അച്ഛനോട് പറഞ്ഞിട്ട് വരാം. ഹലോ. ഹലോ, എന്തൊക്കെയുണ്ട്? എനിക്കിവിടെ സുഖാണ്. അവിടെയോ? ഇതുവരെ കുഴപ്പമൊന്നുമില്ല. അല്ല, ഇത് പറ, ഞാൻ 10 ദിവസം കഴിഞ്ഞ് വരുമ്പോ നിനക്കെന്താ ഞാൻ കൊണ്ടുവരേണ്ടത്? നിങ്ങൾ ഇങ്ങോട്ട് വാ, എനിക്ക് അത് മതി. അതിൽ കൂടുതലൊന്നും വേണ്ട. ആലോചിച്ചിട്ട് പറയണം. പിന്നെ പറയരുത് ഞാൻ വന്നിട്ടൊന്നും കൊണ്ടുവന്നില്ലെന്ന്. അങ്ങനൊന്നും പറയില്ല. 2 വർഷമായി നിങ്ങളെ ഒന്ന് കണ്ടിട്ട്. കല്യാണത്തിന്റെ 15-ാം ദിവസം പോയതല്ലേ, ഇതുവരെ വന്നില്ലല്ലോ. എന്ത് ചെയ്യാനാ, പട്ടാള ജോലിയെന്ന് പറഞ്ഞാ അങ്ങനെയല്ലേ. നിനക്കറിയാലോ, എനിക്ക് ഏറ്റവും പ്രധാനപ്പെട്ടത് എന്റെ രാജ്യമാണെന്ന്. ഹാ, എനിക്ക് നിങ്ങളൊരു പട്ടാളക്കാരനായതിൽ അഭിമാനമുണ്ട്. ദേ അച്ഛൻ വന്നിട്ടുണ്ട്. ഇനി നിങ്ങൾ സംസാരിക്കേ. ഹലോ, എങ്ങനെയുണ്ട് മോനെ? അച്ഛന്റെ അനുഗ്രഹം കൊണ്ട് നന്നായി പോകുന്നു. നീ എപ്പോ വീട്ടിലെത്തും? 10-ാം തീയതി എത്തും. ഇപ്രാവശ്യം 1 മാസത്തെ അവധിയാ കിട്ടിയിരിക്കുന്നത്. അത് വളരെ നന്നായി മോനെ. ഇപ്രാവശ്യം നമുക്കൊന്ന് ശരിക്കും ആഘോഷിക്കണം. നമുക്ക് നമ്മുടെ ഗ്രാമത്തിലേക്കൊന്ന് പോകാം. ശരി അച്ഛാ. അച്ഛൻ ഇനി എല്ലാവരെയും നന്നായി നോക്കിക്കോളണേ. 10-ാം തീയതി ആവുമ്പോഴേക്കും ഞാൻ എന്തായാലും വീട്ടിലെത്താം. ശരി മോനെ, നീയും നിന്റെ ആരോഗ്യം നോക്കണേ. സഞ്ജീവ് ഇതാ വീട്ടിലേക്ക് വരാൻ പോകുന്നു. അത് ആലോചിക്കുന്നതോറും വീട്ടിലെല്ലാവർക്കും ഒത്തിരി സന്തോഷായിരുന്നു. അമ്മ തന്റെ മകൻ ഇഷ്ടപ്പെട്ട അച്ചാറും പപ്പടവും ഒക്കെ ഉണ്ടാക്കി വെച്ചു. അച്ഛനാണെങ്കി വീടെല്ലാം പെയിന്റ് ചെയ്ത് ഭംഗിയാക്കി. ഷീന എപ്പോഴും തന്റെ ഭർത്താവിന്റെ വരവ് സ്വപ്നവും കണ്ട് കാത്തിരുന്നു. കാത്തിരിപ്പിനൊടുവിൽ ആ ദിവസം വന്നെത്തി. 3 സഞ്ജീവിനെ പിക്ക് ചെയ്യാൻ വേണ്ടി സ്റ്റേഷനിലെത്തി. അവിടെ ട്രെയിനിൽ നിന്നും ഇറങ്ങിയ സഞ്ജീവിനെ കണ്ട മാത്രയിൽ തന്നെ അമ്മ മോനെ കെട്ടിപ്പിടിച്ചുകൊണ്ട് കരയാൻ തുടങ്ങി. എന്റെ അമ്മേ, ഞാനിങ്ങ് വന്നില്ലേ, ഇനി എന്തിനാ കരയുന്നേ? നിനക്കറിയില്ല മോനെ, ഞാൻ നിന്നെ എത്രമാത്രം കാത്തിരുന്നു എന്ന്. സഞ്ജീവ് ഓരോരുത്തരെയായി മാറി മാറി കെട്ടിപ്പിടിച്ചു. 2 വർഷങ്ങൾക്ക് ശേഷമാണ് സഞ്ജീവ് തന്റെ വീട്ടിലേക്ക് തിരിച്ചു വരുന്നത്. ഇത്രയും നാളും അവനെ കാണാതെ അവർ വിഷമിച്ചു. അങ്ങനെ ഒരുപാട് സന്തോഷത്തോടെ അവർ വീട്ടിലേക്കെത്തി. അവരുടെ സന്തോഷത്തിന് അതിരുകളില്ലായിരുന്നു. ഷീന തന്റെ ഭർത്താവിന് വേണ്ടി ഒത്തിരി വിഭവങ്ങൾ ഉണ്ടാക്കിയിരുന്നു. ആഹാ, കൊള്ളാലോ. ചിക്കൻ തന്തൂരിയും പൊറോട്ടയും ഉണ്ടല്ലോ. താങ്ക് യു അമ്മേ. അയ്യോടാ, ഞാനല്ല ഉണ്ടാക്കിയത്, നിന്റെ ഭാര്യയാണ് ഉണ്ടാക്കിയത്. താങ്ക് യു. വെൽക്കം. ഇനി കഴിക്കുന്നേ. ഇന്ന് വീട്ടിലെല്ലാവരും മൂക്കുമുട്ടെ ഭക്ഷണം കഴിച്ചു. ഒത്തിരി സന്തോഷത്തിലായിരുന്നു അവർ. ആ കുടുംബത്തിന് ഒരു പുതുജീവൻ കിട്ടിയ പോലെ. പിന്നീട് അങ്ങോട്ടുള്ള ദിവസങ്ങളിൽ എല്ലാവരും സന്തോഷത്തിൽ തന്നെയായിരുന്നു. അങ്ങനെയിരിക്കെ ഒരു ദിവസം ഷീന പെട്ടെന്ന് തലകറങ്ങി വീണു. സഞ്ജീവ് ആകെ പരിഭ്രാന്തനായി. ഡോക്ടർ വന്നു. കൺഗ്രാറ്റുലേഷൻസ്, നിങ്ങൾ അച്ഛനാവാൻ പോകുകയാണ്. എന്ത്? അവരുടെ സന്തോഷം ഇരട്ടിയായി. അവൾക്ക് കണ്ണു തട്ടാതിരിക്കാൻ കവളിലൊരു പൊട്ടു കുത്തിക്കൊടുത്തു. ദൈവം എന്റെ മോളെ സകല ദോഷങ്ങളിൽ നിന്നും വിടുവിക്കട്ടെ. ഈ കുടുംബത്തിന് ആരുടെയും കണ്ണു തട്ടാതെ പോകട്ടെ. സഞ്ജീവും വളരെ സന്തോഷത്തിലായിരുന്നു. അയാൾ അവിടെയുള്ളവർക്കെല്ലാം മിഠായി വാങ്ങിക്കൊടുത്തു. ഇന്ന് ഞാൻ വളരെ സന്തുഷ്ടനാണ്. എന്റെ ജീവിതത്തിലെ ഏറ്റവും മനോഹരമായ നിമിഷങ്ങളാണിത്. ഞാൻ അച്ഛനാവാൻ പോവുകയാണ്. നീ ഒരമ്മയും. അല്ല, ഇത് പറയൂ, നിനക്ക് ആൺകുട്ടി വേണോ പെൺകുട്ടി വേണോ? എനിക്ക് ആൺകുട്ടിയെ തന്നെ വേണം. അതെന്തുകൊണ്ടാ? കാരണം അവനും നിങ്ങളെപ്പോലെ തന്നെ ഒരു പട്ടാളക്കാരനാകണം. എന്നിട്ട് അവൻ ഭാരതാംബയെ സേവിക്കട്ടെ. ഇത് കേട്ടയുടനെ സഞ്ജീവ് ഷീനയെ സന്തോഷം കൊണ്ട് കെട്ടിപ്പിടിച്ചു. ആൺകുട്ടിയോ പെൺകുട്ടിയോ ആവട്ടെ, നമ്മുടെ കുഞ്ഞു ഭാരതമാതാവിനെ സേവിക്കുക തന്നെ ചെയ്യും. അങ്ങനെ ആവട്ടെ. സഞ്ജീവ് കുടുംബത്തിലെല്ലാവർക്കും പട്ടാളത്തിലെ കഥകൾ പറഞ്ഞു കൊടുക്കുമായിരുന്നു. സഞ്ജീവ് ഷീനയെ വളരെ കാര്യമായി തന്നെ പരിപാലിക്കുകയും ചെയ്തിരുന്നു. പിന്നൊരു ദിവസം പെട്ടെന്ന് സഞ്ജീവിനൊരു കോൾ വന്നു. അത് കഴിഞ്ഞ് അവൻ വളരെ നിരാശനായി കണ്ടു. എന്തു പറ്റി മോനെ? എത്രയും പെട്ടെന്ന് റിപ്പോർട്ട് ചെയ്യാൻ ഓർഡർ വന്നിരിക്കുന്നു അച്ഛാ. യുദ്ധം തുടങ്ങാൻ പോവാണ്. എന്റെ മോനെ, നീ 1 മാസത്തെ ലീവിനല്ലേ ഇങ്ങോട്ട് വന്നത്? എനിക്ക് പോകേണ്ടി വരും അമ്മേ. അന്ന് സഞ്ജീവിനെ സ്റ്റേഷനിലേക്ക് കൊണ്ടുവിട്ടപ്പോ അവരെല്ലാവരും കരഞ്ഞുപോയി. അമ്മേ, എന്റെ കുഞ്ഞിനെയും ഭാര്യയെയും നന്നായി നോക്കിക്കൊള്ളണേ. നീ നിന്റെ ആരോഗ്യം സൂക്ഷിക്കണം. യുദ്ധം തീർന്നാൽ ഉടനെ തന്നെ നീ നാട്ടിലേക്ക് തിരിച്ചു വരണം.
അടുത്ത തവണ കൂടുതൽ അവധിയെടുത്ത് വരാം അമ്മേ. സഞ്ജീവ് അമ്മയുടെയും അച്ഛന്റെയും അനുഗ്രഹം വാങ്ങി ഷീനയെ ചേർത്ത് പിടിച്ച് ആശ്വസിപ്പിച്ചു. സഞ്ജീവിനെ യാത്രയാക്കി എല്ലാവരും വീട്ടിലെത്തി. സഞ്ജീവിനെ പറ്റി ചിന്തിച്ചുകൊണ്ട് അവർ ജീവിതം കഴിച്ചുകൂട്ടി. ഏതാണ്ട് 1 മാസത്തിനു ശേഷം സഞ്ജീവിന്റെ വീട്ടിൽ ഒരു മിലിറ്ററി വണ്ടി വന്നു. സഞ്ജീവ് തിരിച്ചു വന്നതാവുമെന്ന് എല്ലാവരും കരുതി സന്തോഷിച്ചു. എന്നാൽ അങ്ങനെ ആയിരുന്നില്ല. സഞ്ജീവ്! സഞ്ജീവിന്റെ മൃതശരീരം കണ്ട് എല്ലാവരും തളർന്നുപോയി. സന്തുഷ്ടമായ ആ കുടുംബം തകർന്നു പോയിരുന്നു. സഞ്ജീവിന്റെ അച്ഛന്റെയും അമ്മയുടെയും ഒരേയൊരു ആശ്രയം നഷ്ടമായി. ഷീന അവരെ എല്ലാം സമാധാനിപ്പിച്ചു. കാലം കഴിയുന്തോറും എല്ലാവരും ആ ദുഃഖം മറക്കാൻ തുടങ്ങി. 7 മാസങ്ങൾക്ക് ശേഷം ഷീന ഒരു ആൺകുഞ്ഞിനെ പ്രസവിച്ചു. ഇവൻ ശരിക്കും സഞ്ജീവിനെ പോലെ തന്നെയുണ്ട്. ഇവനും ഇവന്റെ അച്ഛനെ പോലൊരു പട്ടാളക്കാരനാകും. അദ്ദേഹത്തിന്റെ അവസാനത്തെ ആഗ്രഹമായിരുന്നു മകനായാലും മകളായാലും രാജ്യസേവനം നടത്തണമെന്ന്. അത് കഴിഞ്ഞിട്ടിപ്പോ 20 വർഷങ്ങൾ കഴിഞ്ഞു. ഇന്ന് സഞ്ജീവിന്റെ മകൻ രഞ്ജിത്ത് പട്ടാളത്തിൽ ഓഫീസറായി കഴിഞ്ഞു. അവന്റെ മുത്തച്ഛനും മുത്തശ്ശിയും മരിച്ചുപോയിരുന്നു. അമ്മേ, ഞാൻ ഇത്ര മാറി നിൽക്കുമ്പോ അമ്മയ്ക്ക് വിഷമാവില്ലേ? വിഷമൊക്കെ ഉണ്ടെങ്കിലും എനിക്ക് നിന്നെ ഓർത്ത അഭിമാനമാണ്. നിന്റെ അച്ഛന്റെ സ്വപ്നമാണ് പൂർത്തിയാക്കിയത്. അച്ഛന്റെ ആഗ്രഹമായിരുന്നു ഒരു പട്ടാളക്കാരനായി നീ രാജ്യത്തെ സേവിക്കണമെന്ന്. ഞാൻ ചെയ്യും അമ്മേ. അച്ഛന്റെ യശസ് ഞാൻ വാനോളം ഉയർത്തും. നന്നായി വരട്ടെ. നീ നിന്റെ ആരോഗ്യം സൂക്ഷിക്കണം. രഞ്ജിത്ത് ട്രെയിനിൽ കയറി ജോലിസ്ഥലത്തേക്ക് യാത്രയായി. എന്നാൽ ഇത്തവണ ഷീനയുടെ കണ്ണുകളിലുണ്ടായിരുന്നത് സങ്കടത്തിന്റെ കണ്ണുനീരല്ലായിരുന്നു, സന്തോഷത്തിന്റേതായിരുന്നു. അവൾ തന്റെ ഭർത്താവിന്റെ സ്വപ്നം സഫലമാക്കി. അവൾ ഒറ്റയ്ക്കായി പോയി എങ്കിലും തന്റെ ഭർത്താവിന്റെ ഓർമ്മകൾ അവൾക്ക് കൂട്ടുണ്ടായിരുന്നു. അവൾ ഭർത്താവിന്റെ ചിത്രത്തിൽ നോക്കിയിരുന്ന് ഓർമ്മകൾ അയവിറക്കി. അങ്ങനെ ഇരിക്കുമ്പോ സമയം പോകുന്നത് പോലും അവൾ അറിയുന്നുണ്ടായിരുന്നില്ല. ഇടയ്ക്ക് രഞ്ജിത്തിന്റെ ഫോൺ വരുമായിരുന്നു. അതുമാത്രമായിരുന്നു അവളുടെ സന്തോഷത്തിന്റെ നിമിഷങ്ങൾ. ഏതാണ്ട് 2 വർഷങ്ങൾക്ക് ശേഷം ഷീനയ്ക്കൊരു മിലിറ്ററി ഫംഗ്ഷന്റെ ക്ഷണക്കത്ത് കിട്ടി. അവൾ അവിടെ എത്തി. അന്ന് രഞ്ജിത്തിന് ധീരതയ്ക്കുള്ള അവാർഡ് കിട്ടി. ഇത് കണ്ട് ഷീന കരയാൻ തുടങ്ങി. നീ നിന്റെ അച്ഛന്റെ പേര് വാനോളം ഉയർത്തിയല്ലോ എന്റെ മോനെ. ഷീന കരഞ്ഞുകൊണ്ട് രഞ്ജിത്തിനെ കെട്ടിപ്പിടിച്ചു. ആ സമയത്തൊരു റിപ്പോർട്ടർ അവരുടെ അടുത്തേക്ക് എത്തി. മാം, നിങ്ങളുടെ ഭർത്താവ് ഒരു യുദ്ധത്തിൽ മരണമടഞ്ഞു എന്നാണ് ഞങ്ങൾ കേട്ടത്. എന്നിട്ടും എന്തുകൊണ്ടാ മകനെയും പട്ടാളത്തിൽ ചേർത്തത്? ഇതെന്റെ ഭർത്താവിന്റെ വലിയ ആഗ്രഹമായിരുന്നു. അദ്ദേഹം ഒരു രാജ്യസ്നേഹിയായിരുന്നു. ഭാരതമാതാവിന്റെ രക്ഷയ്ക്ക് വേണ്ടി അദ്ദേഹം ജീവൻ ബലി കൊടുത്തു. അദ്ദേഹത്തിന്റെ ആഗ്രഹമായിരുന്നു സ്വന്തം മകനും പട്ടാളക്കാരനാകണമെന്ന്. വളരെ നന്ദി. അമ്മയെ പോലുള്ളവർക്കാണ് ഇത്തരം വീരന്മാർക്ക് ജന്മം കൊടുക്കാൻ സാധിക്കുക. അമ്മയ്ക്ക് ശതകോടി പ്രണാമം. ഓരോ പട്ടാളക്കാർക്കും അവരുടെ കുടുംബാംഗങ്ങൾക്കും അറിയാം അവർക്ക് അവരുടെ മാതൃരാജ്യം എത്രമാത്രം പ്രിയപ്പെട്ടതാണെന്ന്. ഭാരതത്തിന്റെ എല്ലാ വീരജവാന്മാർക്കും അവരുടെ അമ്മമാർക്കും പ്രണാമം. ഹാപ്പി ഇൻഡിപെൻഡൻസ് ഡേ.